ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നിർഭയ. നമ്മുടെ രാജ്യത്തെ തന്നെ നടുക്കിയ ഒരു കേസുണ്ടല്ലേ, നിർഭയ കേസ്. കേരള സ്റ്റേറ്റ് പോളിസി ടു കോമ്പാക്ട് സെക്ഷൽ വയലൻസ് ആൻഡ് സെക്സ് ട്രാഫിക്കിംഗ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ. അപ്പം നിർഭയ എന്ന് പറയുന്നത് എന്താണ്? കേരള സ്റ്റേറ്റിൻ്റെ ഒരു പോളിസിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്? ടു കോമ്പാക്ട് സെക്ഷൽ വയലൻസ് ആൻഡ് സെക്സ് ട്രാഫിക്കിംഗ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ. സ്ത്രീകളുടെയും കുട്ടികൾക്കും വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള കേരള സ്റ്റേറ്റ് പോളിസിയാണ് ഇത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു കോമ്പാക്ട്, നേരിടാൻ വേണ്ടിയിട്ട്. നേരിടാൻ വേണ്ടി? സെക്ഷൽ വയലൻസ് ആൻഡ് സെക്സ് ട്രാഫിക്കിംഗ്. സെക്ഷൽ വയലൻസും സെക്സ് ട്രാഫിക്കിങ്ങും ഡിഫറെൻ്റ് ആണ്. സെക്ഷൽ വയലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈംഗിക അതിക്രമം. സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ ലൈംഗിക കടത്ത്. അപ്പം ഈ രണ്ട് കാര്യങ്ങളെയും മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള കേരള സ്റ്റേറ്റ് പോളിസിയാണ് എന്തെന്ന് പറയുന്നത്? നിർഭയ എന്ന് പറയുന്നത്. കേരള വിച്ച് ഹാസ് ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹാവിംഗ് അച്ചീവ് ദ ഹയസ്റ്റ് ലെവൽസ് ഓഫ് ഫീമെയിൽ ലിറ്ററസി, education and health, and the lowest maternal and child mortality rates in India, as well as an enviable male-female ratio, is also the state which is facing severe challenges in social arena. മറ്റൊന്നുമല്ല ഈ പറയുന്നത്, കേരളത്തിന് ഹയസ്റ്റ് ലെവൽസ് ഓഫ് ഫീമെയിൽ ലിറ്ററസി ഉണ്ട്, അതുപോലെ എഡ്യൂക്കേഷൻ ഉണ്ട്, ഹെൽത്ത് ലെവൽ ഹൈ ആണ്, ലോവസ്റ്റ് ആയിട്ടുള്ള മെറ്റേണൽ ആൻഡ് ചൈൽഡ് മോർട്ടാലിറ്റി റേറ്റാണ് അല്ലേ. അതായത് ശിശു മരണ നിരക്കുകൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിന് വളരെ കുറവാണ്. കാരണം അത്രയും ബെറ്റർ ആയിട്ടുള്ള ഹെൽത്ത് ഫെസിലിറ്റികൾ കേരളത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. അതുപോലെ മെയിൽ ഫീമെയിൽ റേഷ്യോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും കേരളത്തിന് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ കാണാൻ പറ്റും. എന്നിരുന്നാൽ തന്നെ പലപ്പോഴും സോഷ്യലി നോക്കുകയാണെങ്കിൽ കുറേയധികം ചലഞ്ചസുകളും ഫേസ് ചെയ്യുന്നുണ്ട്. Despite their high level of education, including university education, the visibility of women in the political, cultural, literacy and social field is negligible. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിലും പലപ്പോഴും സ്ത്രീകളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിലും കൾച്ചറലി ആൻഡ് സോഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ്? നെഗ്ലിജിബിൾ ആണ്. This is also a state which has a high level of reported cases of suicides and mental depression and very low female work participation rates. അപ്പം സ്ത്രീകളുടെ കാര്യം നോക്കൂ, വളരെയധികം കൂടുതലാണ് സൂയിസൈഡ് റേറ്റുകൾ, അതുപോലെ മെൻ്റൽ ഡിപ്രഷൻ, പിന്നെ എന്താ പറയുന്നത്, വെരി ലോ ഫീമെയിൽ വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ്സ്. ഫീമെയിൽ വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ്സ് എന്താണ്? വളരെ കുറവാണ്. അപ്പോൾ എന്താണ്? ഡെസ്പൈറ്റ് ഓഫ് ദ ഹൈ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഇൻക്ലൂഡിങ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പറയുന്നുണ്ട്, എന്നിരുന്നാലും എന്താണ്? പലപ്പോഴും ഫീമെയിൽ വർക്ക് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്താണ്? കേരളത്തിൽ വളരെ കുറവാണ്. അപ്പോഴാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എന്താണ്? വിമൺ എംപവർമെൻറ്റ് എന്നൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നത്. Distorted notions of male-female relationship find expression in violence against women in the form of molestation, rape and other forms of abuse, raising disturbing questions about safety of women and children that society as a whole, both men and women, need to address. അപ്പോൾ സൊസൈറ്റിയിൽ മെന്നും അതുപോലെ തന്നെ വിമണും അഡ്രസ്സ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നോക്കുക. പലപ്പോഴും വിമണിൻ്റെ സേഫ്റ്റി പ്രശ്നങ്ങൾ വരുന്നുണ്ട് അല്ലേ. വിമൺ ധാരാളം വയലൻസുകൾ അനുഭവിക്കുന്നുണ്ട്. റേപ്പ് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞില്ലേ സെക്ഷൽ ക്രൈം പോലെ, അല്ലെങ്കിൽ പലതരത്തിലുള്ള അബ്യൂസുകൾ, സേഫ്റ്റി ഓഫ് വിമൺ, അതുപോലെ തന്നെ കുട്ടികളുടെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സൊസൈറ്റിയിൽ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് എന്ത് ചെയ്യണം? അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമുണ്ട്. In the recent years, sex trafficking in Kerala has assumed different forms at various levels. അപ്പം കേരളത്തിൽ സെക്സ് ട്രാഫിക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്? പല രീതിയിൽ വേരിയസ് ലെവൽസ് ആയിട്ടാണ്, അതായത് ലോക്കലി, ഇൻ്റർ ഡിസ്ട്രിക്ട്, ഇൻ്റർ സ്റ്റേറ്റ് ആൻഡ് ഈവൻ cross border, as well as in homes, at a scale that raises significant social concerns. അപ്പോൾ പലപ്പോഴും സോഷ്യൽ കൺസേൺസ് ഉയർത്തുന്ന രീതിക്കുള്ള കാര്യങ്ങളാണ് പോകുന്നത്. എന്താണ്? ഇത്തരത്തിലുള്ള സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഫോംസിൽ, ലോക്കലി ആയിക്കോട്ടെ, ഇൻ ഹോമിൽ നിന്നും ആയിക്കോട്ടെ, ഡിസ്ട്രിക്റ്റ് വൈസ് ആയിക്കോട്ടെ, പല ഡിസ്ട്രിക്റ്റുകളിലോട്ട് ഇങ്ങനെ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലൈംഗിക കാര്യത്തിന് വേണ്ടി, ലൈംഗിക ജോലി പോലെ അവരെ എന്ത് ചെയ്യുക? ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇൻ്റർ ഡിസ്ട്രിക്റ്റായിട്ട് ലൈംഗിക കടത്ത് നടക്കുന്നുണ്ട്, സ്റ്റേറ്റായിട്ട്, ഈവൻ ആ ക്രോസ് ബോർഡർ
ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് എന്താണ് ഇവർക്ക് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ട് പല പല സ്കീമുകൾ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങേണ്ടതായിട്ട് വരുന്നത്. ദ ഒക്കറൻസസ് ഓഫ് ഇൻസ്റ്റൻസസ് ഓഫ് സെക്ഷൽ വയലൻസ് ആൻഡ് സെക്സ് ട്രാഫിക്കിംഗ് ക്രിയേറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ് ക്വസ്റ്റ്യൻസ് ദ സേഫ്റ്റി ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ ബോത്ത് ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഡൊമൈൻ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ, ദ ഒക്കറൻസസ് ഓഫ് ഇൻസ്റ്റൻസസ് ഓഫ് സെക്ഷൽ വയലൻസ് ആൻഡ് സെക്സ് ട്രാഫിക്കിംഗ് എന്താണ് ചെയ്യുന്നത്? ക്രിയേറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ് ക്വസ്റ്റ്യൻസ് ദ സേഫ്റ്റി ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു വിമണിൻ്റെ, ഒരു സ്ത്രീയുടെയോ കുട്ടിയുടെയൊക്കെ അവരുടെ ഒരു സേഫ്റ്റിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ചോദ്യം ചെയ്യപ്പെടുന്നത്. അത് പബ്ലിക്കിലും പ്രൈവറ്റ് ഡൊമൈനിലുമൊക്കെ എന്ത് ചെയ്യുന്നു? ചോദ്യം ചെയ്യപ്പെടുന്നു. സെക്ഷൽ വയലൻസ് അഗൈൻസ്റ്റ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഈസ് ഡീപ്പ് റൂട്ടഡ് ഇൻ ദ patriarchal perception of power which is prevalent across the globe. അപ്പം നമുക്കറിയാം ഇന്ത്യ ഒരു പാട്രിയാർക്കൽ കൺട്രിയാണ്. അതുപോലെ തന്നെ അക്രോസ് ദ ഗ്ലോബിൽ പ്രിവാലൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് പാട്രിയാർക്കൽ ആയിട്ടുള്ളൊരു പെർസെപ്ഷൻ ഓഫ് പവർ. അപ്പം അതിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള സെക്ഷൽ വയലൻസുകൾ വരുന്നത്. ഓക്കെ, ഒരു പാട്രിയാർക്കൽ പെർസെപ്ഷൻ ഓഫ് പവർ നമുക്ക് ലോകമെമ്പാടും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ടാണ് എന്ത് വരുന്നത്? ഇത്തരത്തിലുള്ള സെക്ഷൽ വയലൻസ് വരുന്നത്, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ വരുന്നത്. അവരെന്താണ് കൂടുതൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ളതുപോലെ, അല്ലെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരായാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത്തരത്തിലുള്ളൊരു ഫിഗറെ ആണ് അവർക്ക് നൽകിയിട്ടുള്ളത്. ആർക്കാണ്? ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകിയിട്ടുള്ളത്. സെക്സ് ട്രാഫിക്കിംഗ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൻ ഈസ് എ മൾട്ടി ഡയമെൻഷണൽ പ്രോബ്ലം encompassing a whole range of economic, educational, social, developmental and cultural issues which are varied and highly complex. അപ്പം ഈ ഒരു സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഈവിളായിട്ടുള്ളൊരു കാര്യമാണല്ലേ, വളരെ നെഗറ്റീവ്ലി എഫക്റ്റ് ചെയ്യുന്ന ഒരു ഈവിളായിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊരു മൾട്ടി ഡയമെൻഷണൽ പ്രോബ്ലമാണ്. ഒരു സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഏതൊക്കെ രീതിയിലാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ രീതിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോഷ്യലി ആയാലും എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എക്കണോമിക്കലി, എഡ്യൂക്കേഷണലി, ഡെവലപ്മെൻറ്റലായിട്ട്, കൾച്ചറൽ ഇഷ്യൂസ് പലതും വരുന്നുണ്ട്. അപ്പം ഓരോ സ്പിയറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും അഫക്റ്റഡ് ആവുന്ന ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള പ്രോബ്ലമാണ് ഈ സെക്സ് ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്. അത് വളരെ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഒന്നുമാണ്. പിന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ഓക്കെ, സെക്സ് ട്രാഫിക്കിംഗ് ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. ഇറ്റ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് ക്രൈം ഇൻ ദ വേൾഡ്. ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് എന്താണ്? തേർഡ് ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് ക്രൈം ഇൻ ദ വേൾഡ് എന്നാണ് പറയുന്നത്. അപ്പം ലോകമെമ്പാടുമുള്ള ഓർഗനൈസ്ഡ് ക്രൈമിൽ മൂന്നാമത്തെ സ്ഥാനമാണ്, ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ സ്ഥാനമാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങിനുള്ളത്. തേർഡ് ലാർജസ്റ്റ് ഓർഗനൈസ്ഡ് ക്രൈം ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ യുണൈറ്റഡ് നേഷൻസ് ആസ്. യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ ട്രാഫിക്കിന് നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ ഇതാണ്: as a recruitment, transportation, transfer, harboring or receipt of persons by means of the threat or use of force or other forms of coercion, of abduction, of fraud, of deception, of the abuse of power, or of a position of vulnerability, or of the giving or receiving of payments or benefits to achieve the consent of a person having control over another person's for the purpose of exploitation. ഇത്രയും വലിയൊരു ലോങ് ഡെഫിനിഷനാണ് കൊടുത്തിട്ടുള്ളത്. സിമ്പിളാണ്, ഒന്നുമില്ല. ഒരു വ്യക്തിയെ എന്ത് ചെയ്യുക? കടത്തിക്കൊണ്ട് പോവുക, ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ അവരെ റിക്രൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? അബ്ഡക്ഷൻ, ഈ കൊയേഷൻ, പവർ ഉപയോഗിച്ച് അത് അവരെ ഫോഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ ഫ്രോഡുലൻ്റൊക്കെ ആയിട്ട് അവരെ അബ്യൂസീവായിട്ട് കൊണ്ടുപോവുക, അല്ലെങ്കിൽ പേയ്മെൻറ്റുകൾ വാങ്ങുക. അങ്ങനെ പേയ്മെൻറ്റുകൾ വാങ്ങി മറ്റൊരിടത്തേക്ക് ഇവരെ കൊണ്ടുപോവുക, അവരുടെ കൺട്രോളെല്ലാം മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? എക്സ്പ്ലോയിറ്റേഷൻ,
ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അവരെ എന്താണ് സ്ലേവറി പോലുള്ള കാര്യങ്ങൾക്ക് ജോലി എടുപ്പിക്കാൻ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി ചൈൽഡ് ലേബറിന് വേണ്ടി മനുഷ്യക്കടത്ത് ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞെങ്കിൽ സെക്സ് ട്രാഫിക്കിംഗ്, ലൈംഗിക കടത്തിന് വേണ്ടിയിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊണ്ടുപോകാറുണ്ട്. അപ്പം എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ പർപ്പസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ.